ഹവല്ലിയിലെ പെരുന്നാൾ പുലരിയും പ്രാർത്ഥനയിലെ വിങ്ങലും. ഹവല്ലിയുടെ ഹൃദയഭാഗത്തുള്ള ആ വലിയ പള്ളിയിൽ ഇന്ന് പുലർച്ചെ മുതൽക്കേ ഒരു പ്രത്യേക ഉന്മേഷമായിരുന്നു. പ്രവാസലോകത്തെ തിരക്കുകൾക്കിടയിലും നാട്ടിലെ പെരുന്നാൾ പുലരികളെ ഓർമ്മിപ്പിക്കുന്ന വിധം ഹവല്ലിയിലെ തെരുവുകൾ വെള്ള വസ്ത്രമണിഞ്ഞ വിശ്വാസികളെക്കൊണ്ടു നിറഞ്ഞു. തെളിഞ്ഞ ആകാശവും സന്തോഷത്തിന്റെ കാഴ്ചകളും. കുവൈറ്റിലെ സുഖകരമായ ആ തണുത്ത കാറ്റ് പള്ളിമുറ്റത്തെ തഴുകി കടന്നുപോകുമ്പോൾ ആകാശം അതിമനോഹരമായിരുന്നു. നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ സന്തോഷത്തിനു പിന്നിൽ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ കാലത്താണ് ഇതിന്റെ തുടക്കം. അക്കാലത്ത് മദീനയിലെ ജനങ്ങൾ വിനോദങ്ങൾക്കായി 2 പ്രത്യേക ദിവസങ്ങൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസങ്ങൾക്ക് പകരം അല്ലാഹു വിശ്വാസികൾക്ക് അതിനേക്കാൾ ഉത്തമമായ 2 ദിനങ്ങൾ നൽകി. അതാണ് ഈദുൽ ഫിത്റും ചെറിയ പെരുന്നാൾ, ഈദുൽ അദ്ഹയും വലിയ പെരുന്നാൾ. റമദാനിലെ 1 മാസത്തെ വ്രതശുദ്ധിക്ക് ശേഷം മനസ്സിനെയും ശരീരത്തെയും പവിത്രമാക്കി അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന ദിനമായാണ് ഈദുൽ ഫിത്ർ പിറവിയെടുത്തത്. വിശപ്പിന്റെ വിലയറിഞ്ഞും ദാനധർമ്മങ്ങൾ ചെയ്തും മനുഷ്യർ ഒന്നാകുന്ന ഈ ദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടതായി മാറി. ഹവല്ലിയിലെ പള്ളിയിലെ കാഴ്ചകൾ. ഹവല്ലിയിലെ പള്ളിക്കകത്ത് കാലുകുത്താൻ ഇടമില്ലാത്ത വിധം ജനത്തിരക്കായിരുന്നു. എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലും പള്ളിക്കുള്ളിലെ അന്തരീക്ഷത്തിൽ ഒരു ഭാരം തളംകെട്ടി നിന്നിരുന്നു. ഖുതുബ പ്രസംഗത്തിൽ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് യുദ്ധത്തിന്റെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെപ്പറ്റി പരാമർശിച്ചപ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. നാം ഇവിടെ സമാധാനത്തോടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ബോംബുകൾക്കും വെടിയൊച്ചകൾക്കും നടുവിൽ പെരുന്നാൾ എന്തെന്നറിയാതെ കഴിയുന്ന കുരുന്നുകളെ ഓർത്തപ്പോൾ ആ പള്ളിമുറ്റം ഒരു നിമിഷം നിശബ്ദമായി. നിസ്കാരം കഴിഞ്ഞയുടനെ പള്ളിക്കകത്ത് കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച കൊച്ചുകുട്ടികളുടേതായിരുന്നു. അറബിക് വസ്ത്രമായ ദിശദാശയും മനോഹരമായ തൊപ്പിയുമണിഞ്ഞ കൊച്ചുമിടുക്കന്മാർ കയ്യിൽ വലിയ ട്രേകളുമായി ഓരോരുത്തരുടെ അടുത്തുമെത്തുന്നു. മധുരപലഹാരങ്ങൾ നീട്ടി അവർ ഈദ് മുബാറക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വിരിഞ്ഞു. ആ മധുരം നുണയുമ്പോൾ കിട്ടുന്ന സന്തോഷം വിവരണാതീതമാണ്. ആ കുരുന്നുകളുടെ ചിരിയും കൈകളിലെ മിഠായിപ്പൊതികളും പള്ളിക്കുള്ളിലെ ഗൗരവത്തെ സന്തോഷമാക്കി മാറ്റി. പള്ളിക്ക് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് കൂട്ടുകാരുടെ വലിയൊരു സംഘത്തെയാണ്. മാസങ്ങളായി തിരക്കുകൾ കാരണം കാണാൻ കഴിയാതിരുന്ന പല സുഹൃത്തുക്കളെയും ഇന്ന് പള്ളിമുറ്റത്തുവെച്ച് കണ്ടുമുട്ടി. ആലിംഗനങ്ങളും ചിരിയും പരസ്പരം കെട്ടിപ്പിടിച്ചും കൈകൊടുത്തും എല്ലാവരും പെരുന്നാൾ ആശംസകൾ കൈമാറി. സ്നേഹസംഗമം. എല്ലാവരും ചേർന്ന് അറബിക് കഹ്വയും ഈന്തപ്പഴവും കഴിച്ചു. ഹവല്ലിയിലെ തെരുവുകളെ സാക്ഷിയാക്കി കൂട്ടുകാരുമൊത്ത് സെൽഫിയെടുത്തും പഴയ തമാശകൾ പറഞ്ഞും കുറേനേരം അവിടെ ചിലവഴിച്ചു. കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ദൂരെയാണെങ്കിലും ഹവല്ലിയിലെ ഈ സുഹൃദ് വലയവും പള്ളിയിലെ ആ കുഞ്ഞുങ്ങളുടെ മധുരവിതരണവും പെരുന്നാൾ ആഘോഷത്തെ വീടിന് സമാനമായ ഒന്നാക്കി മാറ്റി. സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും വലിയൊരു സന്ദേശമാണ് ഈ പകൽ നൽകുന്നത്. എല്ലാവർക്കും കുവൈറ്റിൽ നിന്നുള്ള ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.